Okay. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മളുടെ ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂർ ആക്കി വെക്കണം. ഓക്കെ, ആ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഡാറ്റനെ സെക്യൂർ ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡാറ്റ സെക്യൂർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാറ്റ മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ക്രിപ്റ്റോഗ്രഫി പറയുന്ന സയൻസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ക്രിപ്റ്റോഗ്രഫി പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഡാറ്റ, അത് ഇമേജ് ആവട്ടെ, ഫയൽ ആവട്ടെ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്താക്കി മാറ്റുന്നു, മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലേക്ക് മാറ്റുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് റിസീവറിൽ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുമ്പോൾ എന്താവും, തിരിച്ച് പഴയ പോലെ ആകുന്നു. അപ്പൊ മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത ഡാറ്റനെ, ഒന്നില്ലെങ്കിൽ ഡാറ്റനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഡാറ്റക്ക് 3 ആക്ഷൻ ആണ് ഉള്ളത്. ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോർ ചെയ്യാറുണ്ട്. ഓക്കെ, ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ദെൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ആവശ്യാനുസരണം പ്രോസസ്സ് നടത്തും. ഓക്കെ, ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഡാറ്റക്ക് 3 ഫോർമാറ്റ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 രീതിയിലാണ് നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യാൻ വേണ്ടുന്നു. ദെൻ ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. പ്രോസസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഈ 3 ആക്ഷൻ ആണ് ഒരു ഡാറ്റന്റെ പുറത്ത് നടക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, എസ്പെഷ്യലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് സൂക്ഷിച്ചു വെക്കുക. കാരണം ഏതെങ്കിലും ഒരു ഹാക്കർ ഡാറ്റാബേസ് ഹാക്ക് ചെയ്തു, അപ്പൊ അവർക്ക് കംപ്ലീറ്റ് ആൾക്കാരുടെ യൂസർ നെയിമും പാസ്വേഡുകളൊക്കെ കിട്ടും. പക്ഷെ അവിടെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്, ഹ്യൂമൻ മനസ്സിലാവാത്ത രൂപത്തിലായിരിക്കും എവിടെ സൂക്ഷിച്ചു വെക്കുക, ഡാറ്റാബേസുകളിൽ ഡാറ്റ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഹ്യൂമന് മനസ്സിലാവാത്ത രൂപത്തിലേക്ക് ഡാറ്റന്റെ ഫോർമാറ്റിനെ മാറ്റുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനൊരു സയൻസ് ആണ് എന്ത് പറയുന്നത്, ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് നടത്തുന്നത്, ക്രിപ്റ്റോഗ്രഫി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരാൾക്ക് നമ്മളുടെ ഡാറ്റ, നമ്മൾ നെറ്റ്വർക്കിലൂടെ ഒക്കെ പോകുന്ന ഡാറ്റ ഞാൻ പറഞ്ഞു, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് വഴിയൊക്കെ, സ്നിഫിംഗ് വഴിയൊക്കെ നമ്മളുടെ നെറ്റ്വർക്കിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഡാറ്റ മൂവ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ, മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ കാണാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡും യൂസർ നെയിം ഒക്കെ എന്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളുടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ആയി. ഇനി മൂവ് ചെയ്യുന്ന ഡാറ്റ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അയാൾക്ക് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ കാണുന്നുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആ ഡാറ്റ മാറ്റിയിട്ട് അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോഴും അവിടെ എന്ത് നടക്കുന്നുണ്ട്, നമ്മളുടെ ഇന്റഗ്രിറ്റി ബ്രീച്ച് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ വന്നു, ഈ പറയുന്ന പോലെ ഓതന്റിക്കേറ്റീവ്, നമ്മൾ ഏതെങ്കിലും ഒരു യൂസറിനെ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് ഇന്ന യൂസർ ആണ് എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ക്രിപ്റ്റോഗ്രഫി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ റെപ്യൂഡിയേഷൻ. റെപ്യൂഡിയേഷൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റെപ്യൂഡിയേഷൻ എന്താണെന്ന്, റെപ്യൂഡിയേഷൻ, നോൺ റെപ്യൂഡിയേഷൻ, ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അത് നടന്നിട്ടില്ല എന്ന് പറയരുത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും റെപ്യൂഡിയേഷൻ പറയുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോഗ്രഫി എന്തിനാണ്, നമ്മളുടെ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഇന്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട്, മെയിൻ ആയിട്ട് ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി, ഇന്ന ഒരു യൂസറിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ റെപ്യൂഡിയേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോൺ റെപ്യൂഡിയേഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സയൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഫോർമാറ്റിലേക്ക് മാറ്റുക, ആവശ്യാനുസരണം അത് തിരിച്ചെടുക്കുക. ഈ ഒരു സയൻസ് ആണ് എന്ത് പറയുന്നത്, ക്രിപ്റ്റോഗ്രഫി പറയുന്നത്. ഓക്കെ, ക്രിപ്റ്റോഗ്രഫി ഏത് രീതിയിലുണ്ട്, പ്രധാനപ്പെട്ട 2 രീതിയിലാണ് ക്രിപ്റ്റോഗ്രഫി ഉള്ളത്, എൻക്രിപ്ഷനും ഹാഷിങ്ങും. ഓക്കെ, എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ അത് ഒരുമിച്ചാണ്, എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ ഹാഷിംഗ്, പ്രധാനപ്പെട്ട 2 രീതിയിലാണ് ക്രിപ്റ്റോഗ്രഫി ഉള്ളത്. എന്നാൽ എൻക്രിപ്ഷൻ നമ്മൾ വീണ്ടും 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, സിമെട്രിക് എൻക്രിപ്ഷൻ അതേപോലെ അസിമെട്രിക് എൻക്രിപ്ഷൻ.
അതാണ് ഇവിടെ മൂന്നെണ്ണമായിട്ട് പറയുന്നത്. നോർമലി ക്രിപ്റ്റോഗ്രഫി രണ്ടെണ്ണമാണ്. ഏതൊക്കെ? എൻക്രിപ്ഷനും ഹാഷിങ്ങും. ഓക്കെ, എൻക്രിപ്ഷൻ ക്രിപ്റ്റോഗ്രഫിയും ഹാഷിംഗ് ക്രിപ്റ്റോഗ്രഫിയും ആയിട്ടാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ എൻക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണമാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിമെട്രിക് കീ എൻക്രിപ്ഷൻ, അതേപോലെ അസിമെട്രിക് കീ എൻക്രിപ്ഷൻ എന്നായിട്ട് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇവിടെ അതെങ്ങനെ പറയുന്നത്, സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി, ദെൻ ഹാഷിംഗ്, ഹാഷ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ കോമൺലി ക്രിപ്റ്റോഗ്രഫിയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഓക്കെ, അസിമെട്രിക്കും സിമെട്രിക്കും ഹാഷിങ്ങും. ഓക്കെ, ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ കുറച്ച് ടേമുകൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഡാറ്റ. ഒറിജിനൽ ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. സൈഫർ ടെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഫോർമാറ്റിലേക്ക് മാറ്റില്ലേ? ഓക്കെ, ഒറിജിനൽ ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഫോർമാറ്റിലേക്ക് മാറ്റില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാം? സൈഫർ ടെക്സ്റ്റ് എന്ന് പറയാം. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ ആക്കി മാറ്റുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് എന്ത്? എൻക്രിപ്ഷൻ. നമ്മൾ ഒരു ഡാറ്റനെ, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റനെ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഫോർമാറ്റിലേക്ക് മാറ്റുന്ന മെത്തേഡിനെ പറയുന്നതാണ് എന്ത്? എൻക്രിപ്ഷൻ. തിരിച്ചതിനെ ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഡാറ്റനെ വീണ്ടും പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കീ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരു ലോക്ക്, അതാണ് നമ്മളിവിടെ കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്താൽ മാത്രമേ എൻക്രിപ്ഷൻ ആയാലും ഡീക്രിപ്ഷൻ ആയാലും നടക്കുകയുള്ളൂ. ദെൻ ഈ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ഒരു അൽഗോരിതം ആണ്. ഓക്കെ, ഒരു സെറ്റ് ബൈ സെറ്റ് പ്രൊസീജിയർ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഒരു മെത്തേഡ് അല്ലേ? മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഡാണ്, ഒരു അൽഗോരിതം ആണ്. ഓക്കെ, അതിനെയാണ് നമ്മളിവിടെ അൽഗോരിതംസ് എന്ന് പറയുന്നത്. സെറ്റ് ബൈ സെറ്റ് പ്രൊസീജിയർ, മേ ബി അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ആയിരിക്കാം. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? അൽഗോരിതംസ് എന്ന് പറയാം. കാരണം ഇനി വരുന്ന ടൈമുകളിലൊക്കെ നമ്മൾ അത് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഒക്കെ എന്താ പറയാ, എൻക്രിപ്ഷൻ എന്നുള്ള ഒരു ഭാഗം മാത്രം നമ്മൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ക്രിപ്റ്റോഗ്രഫി മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോറി, പ്രധാനപ്പെട്ട രണ്ടെണ്ണം തിരിച്ചിട്ടുണ്ട്, എൻക്രിപ്ഷൻ, എൻക്രിപ്ഷനും ഹാഷിങ്ങും. ഓക്കെ, എൻക്രിപ്ഷൻ നമ്മൾ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. അല്ല, എൻക്രിപ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റനെ അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് എന്ന് പറഞ്ഞ സൈഫർ ടെക്സ്റ്റിലേക്ക് മാറ്റുന്ന ഫോർമാറ്റ് ആണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇത് റിവേഴ്സിബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയ പോലെ തന്നെ ഇങ്ങോട്ട് പോരാനും പറ്റും. ഒരു ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺറീഡബിൾ, ഹ്യൂമൻ റീഡബിൾ അല്ലാത്ത ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. എന്നിട്ട് അതിന് എന്താക്കാനും പറ്റും? അവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനും പറ്റും. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? കീ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ് ഇവിടെ പറയുന്ന AES, RSA, ബ്ലോഫിഷ് എന്നൊക്കെ പറയുന്ന എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ്. എന്നാൽ ഈ എൻക്രിപ്ഷൻ അൽഗോരിതങ്ങളെ പ്രധാനപ്പെട്ട് നമ്മൾ രണ്ടെണ്ണമാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്നാണ് സിമെട്രിക് കീ ആൻഡ് അസിമെട്രിക് കീ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ സംഗതിയെ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് വേണം? ഒരു കീ വേണം. ഓക്കെ, ആ കീ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമെട്രിക് എൻക്രിപ്ഷനിലാണെങ്കിൽ നമ്മൾ ഒരൊറ്റ കീ ആണ് എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും ഒരൊറ്റ കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എൻക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് കീ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും ഒരേ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെൻഡർ നോക്കേ, സെൻഡർ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ എന്താണ്? അഭിനവിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ അഭിനവ് എന്ത് ചെയ്യുന്നു? ഞാൻ അയക്കുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിലുള്ള ആ കീ എന്താണ്? സെയിം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കീയും ആദ്യം തന്നെ വേറൊരു ചാനൽ വഴി, വേറെ വഴി ഞാൻ കീ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഭിനവിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ അയച്ചു കൊടുത്ത കീ ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ കീ വെച്ചിട്ട് ഞാൻ അതിനെന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ്, അപ്പൊ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ആ ടെക്സ്റ്റ് ആയിരിക്കും ഇന്റർനെറ്റിലൂടെ പോവാ. അത് ആരെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്ത് എടുത്താലും അവർക്ക് അത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കീ വേണം. ആ കീ ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവർക്ക് ആ കീ അറിഞ്ഞാൽ അവർക്ക് തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റീഡ് ചെയ്യാൻ പറ്റില്ല. ആ കീ അറിയുന്നവരെ മാത്രമേ അത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് സിമെട്രിക് എൻക്രിപ്ഷൻ. ദെൻ അഭിനവന്റെ കയ്യിലെത്തി. അപ്പൊ അഭിനവ് എന്ത് ചെയ്യും? അഭിനവിന്റെ കയ്യിൽ ആ കീ ഉണ്ടല്ലോ, അവൻ ആ കീ വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഡാറ്റ മറ്റൊരാൾ യൂസ് ചെയ്യാതെ ഞാനും അഭിനവും മാത്രം അത് ഷെയർ ചെയ്യുന്നു. ഓക്കെ, വേറൊരാൾക്ക് എടുത്താലും ആ കീ അറിഞ്ഞില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് എന്ത് പറയുന്നത്?
സിമെട്രിക് കീ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സെൻഡറും റിസീവറും ഒരു സിംഗിൾ കോമൺ കീ ആണ് യൂസ് ചെയ്യുന്നത്. സെൻഡറും റിസീവറും ഒരു സിംഗിൾ കോമൺ കീ ആണ് യൂസ് ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും. ദെൻ സിമെട്രിക് കീന്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സിമെട്രിക് കീ ഫാസ്റ്റ് ആണ്. കാരണം എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒരേ കീ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒരു കീ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നു. അവിടെ പോയിട്ട് ഡാറ്റ ആ കീ വെച്ചിട്ട് അയാൾ ഡീക്രിപ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് പരിപാടി തീർന്നു. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ, എൻക്രിപ്ഷൻ നടക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഏതാ യൂസ് ചെയ്യാം? സിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു ഡീമെറിറ്റ്സ് ഉണ്ട്. എന്താണ്? ആ കീ ആർക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഷെയർ ചെയ്യുന്ന കീയും വേറെ ചാനൽ വഴിയോ സെൻഡ് ചെയ്യുന്നതെങ്കിലും ആ കീ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്? എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഒരൊറ്റ കീ അല്ലേ യൂസ് ചെയ്യുന്നതാ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഹാക്കേഴ്സിന് എടുക്കാൻ പറ്റും. അപ്പൊ സെക്യൂരിറ്റി കുറച്ച് കുറവുണ്ട്, പക്ഷെ എന്താണ്? ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ആയിട്ട് നടക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമെട്രിക് കീ യൂസ് ചെയ്യും. ആൻഡ് സിമ്പിൾ ആണ്. ഫാസ്റ്റ് ആണെന്ന് മാത്രമല്ല സിമ്പിൾ ആണ്. പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പൊ സിമ്പിൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കോമൺലി യൂസ് ചെയ്യുന്ന സിമെട്രിക് എൻക്രിപ്ഷൻ മെത്തേഡുകളാണ് DES, AES. ഓക്കെ, AES അൽഗോരിതം എന്താണ്? DES അൽഗോരിതം എന്താണ്? ഇതൊക്കെ കോമൺലി എന്താണ്? സിമെട്രിക് കീന്റെ എക്സാമ്പിൾ ആണ്. ദെൻ നമ്മൾ ഇനി അടുത്ത് പോവാണ് അസിമെട്രിക് കീ എൻക്രിപ്ഷൻ. അസിമെട്രിക് കീ എൻക്രിപ്ഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ രണ്ട് കീ ഉണ്ട്. സെൻഡറിന്റെ കയ്യിൽ ഒരു കീ ഉണ്ടാകും, റിസീവറിന്റെ കയ്യിൽ മറ്റൊരു കീ ആണ് ഉണ്ടാവുക. രണ്ടുപേരുടെയും കയ്യിൽ ഡിഫറെന്റ് കീസ് ആണ് ഉണ്ടാവുക. അതാണ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ സെൻഡർ എന്ത് ചെയ്യും? സെൻഡറിന്റെ കയ്യിൽ, ഞാനാണ് സെൻഡ് ചെയ്യുന്നത് അഭിനവിന്, അപ്പൊ എന്റെ കയ്യിൽ ഒരു കീ ഉണ്ട്, ഞാൻ ആ കീ കൊണ്ട് പൂട്ടും. അഭിനവിന്റെ കയ്യിൽ ഒരു കീ ഉണ്ട്, ആ കീ കൊണ്ട് അഭിനവ് അത് തുറക്കും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം? ഞങ്ങൾ രണ്ടുപേരുടെയും കീ ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തോളൂ. ഞാൻ അതുകൊണ്ട് കീ പൂട്ടും. ആ കീ ആർക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ? അഭിനവിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കീ കൊണ്ടാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. അപ്പൊ എന്താണ്? കുറച്ചുകൂടി സെക്യൂരിറ്റി കൂടി. ഓക്കെ, രണ്ട് കീന്റെയും വർക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി കൂടി. പക്ഷെ ഇവിടെ എന്താണ്? കുറച്ച് സ്ലോ ആവും. കാരണം ഇവിടെ സിമ്പിൾ ആയ ടാസ്ക് അല്ല, കുറച്ച് കോംപ്ലക്സ് ടാസ്ക് ഉണ്ട്. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കോംപ്ലക്സ് ഇല്ലേ? കാരണം ഒരു കീ കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്താൽ പിന്നെ ഇങ്ങനെ മറ്റേ കീ കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതേ ഇഷ്യൂസ് പോലെ തന്നെ ഇത് വർക്ക് ചെയ്യാനും എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് അധികം റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? സോ ഇത് സ്ലോ ആയിരിക്കും, പക്ഷെ സെക്യൂരിറ്റി ഇവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കാം. സെൻഡറിന്റെ കയ്യിൽ ഉണ്ടാകുന്ന കീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പബ്ലിക് കീ. ഓക്കെ, പബ്ലിക് കീ ഉണ്ടാകും. ദെൻ നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ മനസ്സിലാക്കുക എങ്ങനെയാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും രണ്ട് കീ ഉണ്ടാവും. ഒന്ന് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. ഇത് ഓരോരുത്തർക്കും ഉണ്ടാകും. ഈ പറയുന്ന പോലെ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും പ്രൈവറ്റ് കീയും എല്ലാവരുടെ കയ്യിലും ഒന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും രണ്ട് കീസ് ഉണ്ട്. ഇനി സർവറിന്റെ കയ്യിലുള്ള കീനെയാണ് നമ്മൾ പബ്ലിക് കീ എന്ന് പറയാം. സർവർ ആണല്ലോ നമ്മൾ എപ്പോഴും സെൻഡ് ചെയ്യുന്ന ആള്. നമ്മൾ എപ്പോഴും റിക്വസ്റ്റാ ചെയ്യുന്നത്. സർവർ വെബ് പേജ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാലും അങ്ങോട്ട് ഡാറ്റ കൊടുത്താലും ഇങ്ങോട്ട് ഡാറ്റ ഇങ്ങോട്ട് കിട്ടിയാലും ഒക്കെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ്? നമ്മൾ റിക്വസ്റ്റാ ചെയ്യുന്നത്. എന്റെ ഫയൽ അങ്ങോട്ട് കൊണ്ടുപോകണം, റിക്വസ്റ്റ് ആണ്. എനിക്ക് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യണം, റിക്വസ്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്താണ്? റിക്വസ്റ്റാ ചെയ്യുന്നത് സർവറിനോട്. സർവർ എന്ത് ചെയ്യുന്നു? നമ്മളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ സെൻഡർ എന്ന് പറയുന്നത് സർവർ എന്ത് ചെയ്യുന്നു? സർവറിന്റെ കയ്യിൽ ഒരു പബ്ലിക് കീ ഉണ്ടാവും. ഓക്കെ, ഗൂഗിളിന് ഒരു പബ്ലിക് കീ ഉണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഗൂഗിളിൽ ഒരു പബ്ലിക് കീ ഉണ്ട്. ഓക്കെ, ദെൻ ഗൂഗിൾ ഈ പബ്ലിക് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിസീവറിന്റെ കയ്യിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. നമ്മുടെ കയ്യിലൊക്കെ ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും തമ്മിൽ യാതൊരു ബന്ധവുമല്ല. ഓക്കെ, അത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയ ഈ സംഗതി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പരിപാടി നടത്തുന്നത്. ദെൻ ഈ ഒരു സംഗതി, ആ ഒരു ഫയൽ ഉണ്ടല്ലോ, എക്സാക്ട് യൂസറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസറിന് അയച്ചു കൊടുത്തിട്ടുള്ള ഫയൽ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഒരാൾക്ക് ആ ഫയൽ കിട്ടിയാലും ഇത് എങ്ങോട്ടാ പോകണേന്ന് മനസ്സിലാവില്ല. എങ്ങോട്ടാ പോണേന്ന് മനസ്സിലായാലല്ലേ അവന്റെ കീ വെച്ചിട്ടാ തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
എങ്ങോട്ടാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അവിടെ കീയും ഏതാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഒരാൾക്ക് ഇടക്കിട്ട് കിട്ടിയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ പ്രൈവറ്റ് കീ ഏതാണ്, ഇത് എവിടേക്ക് പോകണമെന്ന് പോലും അറിയില്ല, പ്രൈവറ്റ് കീ കിട്ടിയാൽ പോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആണ് RSA അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസിമെട്രിക് എൻക്രിപ്ഷൻ വളരെ കുറച്ച് കോംപ്ലക്സ് ആണ്, എന്താണ് സ്ലോ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്താണ്, പക്ഷെ സെക്യൂരിറ്റി കൂടുതലായിരിക്കും ഏതില്, അസിമെട്രിക് എൻക്രിപ്ഷനിൽ. അസിമെട്രിക് കീയും അല്ല പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഡിഫറെന്റ് ആണ്. എന്നിട്ട് ഇവർ എങ്ങനെയാണ് ഇത് എൻക്രിപ്ഷൻ നടക്കുന്നതെന്നല്ല, പബ്ലിക് കീ സെയിം ആണ്, പക്ഷേ സർവറിന് നമ്മൾ എന്തായി ചെയ്യുന്നുണ്ട്, നമ്മളുടെ പ്രൈവറ്റ് കീന്റെ ഇൻഫർമേഷൻസ് ആർക്ക് പോകുന്നുണ്ട്, സർവറിന് പോകുന്നുണ്ട്. അപ്പൊ സർവറിന് നമ്മളുടെ എന്താ അറിയാം, ഈ പറയുന്ന പ്രൈവറ്റ് കീ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആർക്കറിയാം, സർവറിന് അറിയാം. ഓക്കെ, കാരണം ഇത് മാറിക്കൊണ്ടിരിക്കും, പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോട്ടെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൈവറ്റ് കീ ആരാണ്, നമ്മൾ റിസീവർ, ഈ കീ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പബ്ലിക് കീ ആർക്കും കിട്ടും, പബ്ലിക് കീ പിന്നെ ആർക്കും കിട്ടുന്നുണ്ട്, ക്ലയന്റിന്. രണ്ടുപേരും പരസ്പരം കീ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് അവർ മറ്റൊരു ചാനൽ വഴി, നമ്മൾ സിമെട്രിക് കീ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അവർ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞില്ലേ, അതേപോലെ ഇവർ പരസ്പരം ഈ കീ രണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പബ്ലിക് കീ വെച്ചിട്ട് ഒരു സംഗതി എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, പബ്ലിക് കീക്ക് അറിയാം ആരുടെ മെത്തേഡ്, പ്രൈവറ്റ് കീന്റെ മെത്തേഡ് പബ്ലിക് കീക്ക് അറിയാം. ഓക്കെ, പബ്ലിക് കീന്റെ മെത്തേഡ് എന്താണെന്ന് ആർക്കും അറിയാം, പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ നമുക്കും അറിയാം, യൂസറിനും അറിയാം, കാരണം അവർ രണ്ടുപേരും അതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും ഷെയർ ചെയ്ത് അതിനെ പറ്റി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം എങ്ങനെയായിരിക്കും, ആ സർവറിനോട് പിന്നീട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്കുക, സർവർ നമുക്ക് എന്ത് ചെയ്യും, പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തായിരിക്കും. ഈ എൻക്രിപ്റ്റ് ചെയ്ത കാര്യം ആർക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഏതാണോ പ്രൈവറ്റ് കീ, ഏതാണോ ആ ചാനൽ, ആർക്കാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അയാളുടെ പ്രൈവറ്റ് കീ കൊടുത്താൽ മാത്രമേ എന്തായുള്ളൂ, ഡീക്രിപ്റ്റ് ആവുള്ളൂ. ഓക്കെ, സർവർ ഗൂഗിൾ പല ആൾക്കാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പല ആൾക്കാരോടും എന്താണ്, പല പ്രൈവറ്റ് കീനോടാണ് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് ആർക്കാണോ അയക്കുന്നത് അയാളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, കമ്പനിക്ക് പറ്റും, കമ്പനിയല്ലേ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. വാട്സപ്പ് കൊടുക്കില്ല, വാട്സപ്പ് വിചാരിച്ചാൽ കിട്ടും, പക്ഷെ അവര് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ് കൊടുക്കുന്നത്. വാട്സപ്പിന്റെ കാര്യത്തിൽ നമ്മളാണ് സെൻഡർ. ഓക്കെ, അപ്പൊ സെൻഡറിനും അതാർക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആരാണോ റിസീവർ, റിസീവറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇടയ്ക്കിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് സെൻഡറിനും റിസീവറിലും ബാക്കി ഫുൾ സ്ഥലങ്ങളിലും എന്തായിരിക്കും, സെൻഡ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും, എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. ഇതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ. അപ്പൊ നമ്മൾ ക്രിപ്റ്റോഗ്രഫി രണ്ടെണ്ണം പറഞ്ഞു, അസിമെട്രിക്കും സിമെട്രിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എൻക്രിപ്ഷൻ നമ്മൾ തീർത്തു. എൻക്രിപ്ഷന്റെ പ്രത്യേകത എന്താണ്, റിവേഴ്സിബിൾ ആണ്, അതാണ് അവിടുത്തെ പ്രത്യേകത. സിമെട്രിക് ആണെങ്കിലും എന്താണ്, അങ്ങോട്ട് പോയതിന് അതേ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും, കീ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഹാഷിലേക്ക് വരുമ്പോൾ, ഹാഷ് സത്യത്തില് നമ്മൾ ഒരു ഡാറ്റ, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റനെ നമ്മൾ ഒരു ഹാഷ് ഫംഗ്ഷനിൽ ഇടും, നമ്മൾ ഒരു അൽഗോരിതത്തിൽ ഇടും. അൽഗോരിതത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു യുണീക്ക് ടെക്സ്റ്റ് ആയിട്ട് പുറത്തു വരും. ഓക്കെ, ഈ യുണീക്ക് ടെക്സ്റ്റ് തിരിച്ച് ഹാഷ് ഫംഗ്ഷനിൽ ഇട്ടാൽ എന്താവില്ല, പ്ലെയിൻ ടെക്സ്റ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, അങ്ങോട്ട് പോകും, തിരിച്ച് ഇങ്ങോട്ട് വരില്ല. മനസ്സിലായല്ലോ? നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റനെ ഒരു ഹാഷ് ഫംഗ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു അൽഗോരിതത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും, അതൊരു യുണീക്ക് വാല്യൂ. യുണീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേരിടുമ്പോഴും എന്താണ്, ഓരോ നമ്പർ ആയിരിക്കും വരിക, യുണീക്ക് വാല്യൂ ആയിരിക്കും വരിക. അഭിനവ് എന്നിട്ടാൽ ഒരു വാല്യൂ വരും, അഭിനവ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടാൽ വാല്യൂ മൊത്തം മാറും. ഓക്കെ, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വാല്യൂ മാറും. അല്ലാതെ ഡോട്ട് ഇടുമ്പോൾ ചെറിയൊരു മാറ്റം അല്ല വരിക, മൊത്തത്തിൽ ആ വാല്യൂ അങ്ങോട്ട് തുടക്കം മുതലേ അങ്ങോട്ട് മാറും. ഓക്കെ, മൊത്തത്തിൽ ആ വാല്യൂ മാറിയിട്ട് വേറൊരു വാല്യൂ ആയിരിക്കും. ഇനി അഭിനവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഡോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീണ്ടും വാല്യൂസ് മാറും. ഇനി റിമൂവ് ചെയ്താലോ, നേരത്തെ നമ്മൾ അഭിനവ് ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ,
അത് തന്നെയാണ് നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അഭിനവ് കൊടുത്താലും സെയിം വാല്യൂ തന്നെ ആയിരിക്കും. അഭിനവ് എന്ന് കൊടുക്കുമ്പോൾ ആ വാല്യൂ തന്നെ ആയിരിക്കും, പക്ഷെ അഭിനവ് എങ്ങനെ കൊടുത്താൽ അതേപോലെ കൊടുക്കണം. എ ക്യാപിറ്റൽ ബി സ്മോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തിരിച്ചാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂ മാറും. എന്തൊരു വാല്യൂക്കും ഒരു യുണീക്ക് വാല്യൂ ആണ് ഇവിടെ കിട്ടുക, ഹാഷ് ഫംഗ്ഷനിൽ കിട്ടുക. പ്രത്യേകത എന്താണ്? അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചാക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നുണ്ടാവാം? പിന്നെ എന്തിനായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവാം? നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റണ്ടേ? അപ്പൊ ഈ സംഗതി ചെയ്യുന്നത് ഒരിക്കലും ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്രിപ്ഷൻ യൂസ് ചെയ്തില്ലേ, എൻക്രിപ്റ്റഡ് ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ആ പർപ്പസ് അല്ല ഇവിടെ നടക്കുന്നത്, ഡാറ്റ ഷെയർ ചെയ്യാനല്ല. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്റഗ്രിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഡാറ്റനെ ചേഞ്ച് ചെയ്തോ, ഞാൻ അഭിനവിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാം, ഞാൻ സെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ എൻക്രിപ്ഷനിലായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവാം, എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അഭിനവ് എന്ത് ചെയ്തോളും, അത് ഡീക്രിപ്റ്റ് ചെയ്തോളും. ഓക്കെ, അപ്പം എൻക്രിപ്ഷൻ തന്നെ പോസിബിൾ ആണ്, സെക്യൂരിറ്റി തടയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഇടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് തടയാൻ ആര് തന്നെ പോസിബിൾ ആണ്, എൻക്രിപ്ഷൻ തന്നെ പോസിബിൾ ആണ്. എന്നാൽ ഞാൻ അവിടെ ഹാഷ് ഫംഗ്ഷൻ കൂടി വെച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനവിന് ഞാൻ അയച്ച ഫയൽ ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ഹാഷിലേക്ക് ഇടും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ആ എൻക്രിപ്റ്റഡ് ആയ സാധനം അയക്കും. ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹാഷ് വാല്യൂ കിട്ടുമല്ലോ, ഹാഷിന്റെ ഔട്ട്പുട്ട് ആണ് ഹാഷ്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹാഷ് വാല്യൂ. ആ ഹാഷ് വാല്യൂ ഞാൻ അഭിനവിന് അയക്കും. അഭിനവിന്റെ കമ്പ്യൂട്ടർ ആദ്യം നോക്കുന്നത് എൻക്രിപ്റ്റഡിനെ ഡീക്രിപ്റ്റ് ചെയ്യാനല്ല, പകരം എന്താ നോക്കുക, ഈ ഹാഷ്ഡ് വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ അവരോട് മാറ്റി വെക്കും. ഒന്നിങ്ങോട്ട് നിന്നേ, എന്നിട്ട് പറയും അഭിനവിന് ഞാൻ അയച്ചു തന്ന ഫയലില്ലേ, ആ ഫയലിനെ അവരും എന്താക്കും, ഹാഷിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അവർ നോക്കും, നേരത്തെ അവർ മാറ്റി വെച്ച വാല്യൂ അവർക്ക് ഇപ്പൊ കിട്ടിയ ഹാഷ് വാല്യൂ ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ആരും ഇടയ്ക്ക് കയറി ടാമ്പറിംഗ് നടത്തിയിട്ടില്ല. വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആരോ ഇടയ്ക്ക് കയറിയിട്ട് ടാമ്പറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ആ എൻക്രിപ്റ്റഡ് സാധനത്തിന് ഡീക്രിപ്റ്റ് ചെയ്യാൻ നോക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്ത് റിക്വസ്റ്റ് കൊടുത്താലും, നമ്മൾ എന്ത് ഫയൽ അയച്ചാലും ഇവിടുന്ന് പോയ ഫയൽ തന്നെയാണോ അവിടെ എത്തിയത് എന്ന് നോക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഫയലിനെ ഒന്ന് ഹാഷ് ഫംഗ്ഷനിൽ ഇട്ടിട്ട് അതിന്റെ ഹാഷ് വാല്യൂ കൂടി വേറെ രീതിയിൽ സെൻഡ് ചെയ്യും. ഓക്കെ, ആ ഹാഷ് വാല്യൂന്റെ പ്രത്യേകത എന്താണ്, ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ പോലും ഹാഷ് വാല്യൂ എൻറ്റയർലി മാറും. ഓക്കെ, ഒരാൾക്കും അത് ഗസ് ചെയ്യാൻ പറ്റില്ല, അത്ര രീതിയിൽ കംപ്ലീറ്റ് വാല്യൂ തന്നെ മാറും. ഓക്കെ, ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ പോലും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഫയൽ അയക്കുമ്പോൾ ഫയൽ നമ്മൾ എൻക്രിപ്ഷൻ ആയിട്ട് എങ്ങനെ അയച്ചാലും കുഴപ്പമില്ല, നേരെ അയച്ചാലും പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് അയക്കുന്ന ആയിക്കോട്ടെ, നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒപ്പം എന്തുകൂടി അയക്കും, അതിന്റെ ഒരു ഹാഷ് ഫംഗ്ഷൻ കൂടി, സോറി ഹാഷ് വാല്യൂ കൂടി ഒപ്പം അയക്കും. അത് എന്തിനാണ്, ഞങ്ങൾ ഇവിടുന്ന് ചെയ്തപ്പോൾ ഇതാണ് ഹാഷ് വാല്യൂ, അപ്പൊ ഇതേ സാധനമാണ് അവിടെ എത്തിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ നോക്കുക, ആ ഹാഷ് വാല്യൂ ഉണ്ടല്ലോ, ഹാഷ് വാല്യൂ അവിടെ എടുത്തു വെക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ എത്തുമ്പോഴും അവരും എന്ത് ചെയ്യും, റിസീവർ എന്ത് ചെയ്യും, ഈ സംഗതിനെ, ഈ ഒരു ഡാറ്റനെ ഹാഷിലിടും. അപ്പൊ അവർക്ക് ഒരു ഹാഷ് വാല്യൂ കിട്ടുമല്ലോ അവിടുന്ന്. എന്നിട്ട് അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇവിടുന്ന് അയച്ച സാധനം തന്നെ അവിടെ എത്തിയത്. ഇടയ്ക്ക് ആരും എന്ത് ചെയ്തിട്ടില്ല, ടാമ്പറിംഗ് നടത്തിയിട്ടില്ല. ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും അതിന്റെ അർത്ഥം എന്താണ്, ഇടക്കാരോ ടാമ്പറിംഗ് നടത്തി എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ചെറിയ മാറ്റം വന്നാലോ തുറക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ അതിനെ ഡെനി ചെയ്യും. കാരണം എന്താണ്, ഹാഷ് വാല്യൂ മാറി. അപ്പൊ കമ്പ്യൂട്ടർ പറയും ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പിന്നെ നോക്കൂല. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ച് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എന്താ നോക്കുന്നത്, ഇന്റഗ്രിറ്റി നോക്കും. ഓക്കെ, ഇന്റഗ്രിറ്റി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോഗ്രഫി ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, അത് എങ്ങനെയാന്നുള്ളത്, എൻക്രിപ്റ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്, ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് നോക്കുന്നത്, സിസ്റ്റം എന്ത് നോക്കുന്നത്, സെക്യൂരിറ്റി നോക്കുന്നത്. ഡാറ്റ സെക്യൂർ ആണോ, ഇടയ്ക്ക് ആരെങ്കിലും ഇത് ചേഞ്ച് ചെയ്തോ, മാനിപ്പുലേറ്റ് ചെയ്തോ എന്ന് നോക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഹാഷ് ഫംഗ്ഷൻ ആണ്. ഹാഷ് ഫംഗ്ഷൻ എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്, ഒരിക്കലും അത് ഡാറ്റ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അയക്കുന്നതല്ല, എന്ത് നോക്കാനാണ്, ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹാഷ് ഫംഗ്ഷനിൽ കീയും കാര്യങ്ങളും ഒന്നും അതിൻ്റെ ഉള്ളിലില്ല. ഇതൊരു മാത്തമാറ്റിക്കലി അൽഗോരിതം ആണ്. ഈ അൽഗോരിതം വെച്ചിട്ട് നമ്മളുടെ എന്ത് ഡാറ്റ കൊടുത്താലും അതിന് എൻറ്റയർലി എന്താവും, ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും. ഓക്കെ, ആ യുണീക്ക് വാല്യൂ എപ്പോഴും എന്താണ്, ഫിക്സഡ് ആണ്. ഇന്ന് അഭിനവിന്റെ വാല്യൂ നോക്കിയാലും നാളെ നോക്കിയാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാലും ഒക്കെ സെയിം തന്നെയാണ്, ഒരേപോലെ ടൈപ്പ് ആണെങ്കിൽ. ടൈപ്പിംഗിൽ മാറ്റം വരുത്തിയാൽ വാല്യൂവിൽ മാറ്റം വരും. അതെന്തിനാണ്, അയക്കുന്ന സാധനം അത് ഫയൽ ആവട്ടെ എന്തോ ആവട്ടെ അത് അതേപോലെയാണ് ടാർഗറ്റിൽ എത്തുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരണ്ട്, ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് മുന്നേ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് പോവാം. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ റെപ്യൂഡിയേഷൻ പറഞ്ഞില്ലേ, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇന്ന് നമ്മൾ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിച്ചാലൊക്കെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് അവിടെ എനബിൾഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർനെറ്റിലൊക്കെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഓതന്റിസിറ്റിയെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ. വില്ലേജ് ഓഫീസർ തന്നെയാണ് ഇത് ഒപ്പിട്ടത്. ഓക്കെ, ഇടയ്ക്ക് കയറിയിട്ട് വേറെ ആരെങ്കിലും അതല്ല അശ്വതി അക്ഷയ സെന്ററിലെ ചേച്ചിയല്ല ഈ ഒപ്പിട്ടത് എന്ന് കാണാം. അക്ഷയ സെന്ററിലെ ചേച്ചിയാണ് ഒപ്പിട്ടതെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൽ അത് ശരി വരില്ല. അത് ആര് തന്നെ ഒപ്പിട്ടാലേ വരുള്ളൂ. വില്ലേജ് ഓഫീസർ തന്നെ അയാളുടെ കമ്പ്യൂട്ടറിൽ ഒപ്പിട്ടാൽ മാത്രമേ അതെന്താവുള്ളൂ, ഒപ്പാവുള്ളൂ. അയാളുടെ കമ്പ്യൂട്ടർ അവിടെ വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അയാളുടെ കമ്പ്യൂട്ടർ ഒപ്പിട്ടാൽ മാത്രമേ അത് ഒപ്പാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇൻകം സർട്ടിഫിക്കറ്റിൽ നമുക്ക് അവിടെ ശരി. ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു തവണയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഓൺലൈൻ ഇൻകം സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അതെന്താണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടിയിട്ടാണ് നമുക്കത് വരുന്നത്. അപ്പൊ എല്ലാ കമ്മ്യൂണിക്കേഷനും സത്യത്തിൽ എന്തുണ്ട്, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ കോൺസെപ്റ്റ് ഉണ്ട്. അയാൾ തന്നെയാണ് അത് ചെയ്തത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതിപ്പോ ഗൂഗിൾ തന്നെ അയച്ചതാണോ അല്ലെങ്കിൽ ഇന്ന ആൾ തന്നെ എനിക്ക് അയച്ചതാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നോക്കിയാൽ മതി, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാകാൻ നോക്കിയാൽ മതി. അപ്പം തെറ്റായ ഒരാൾ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം അവർ ഈ സെക്യൂരിറ്റി നോക്കിയിട്ടാണ്. ഓക്കെ, ഇതൊരു ഇലക്ട്രോണിക് ഫിംഗർ പ്രിന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഫിംഗർ പ്രിന്റ് എന്താ അറിയില്ലേ, നമ്മൾ ഫിംഗർ പ്രിന്റ് എല്ലാവർക്കും യൂണീക്ക് അല്ലേ. അതേപോലെ തന്നെ ഇതും എന്താണ്, ഫിംഗർ പ്രിന്റ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫയലിന്റെ പുറത്ത് ഫിംഗർ പ്രിന്റ് വെക്കുന്ന പോലെ തന്നെ ഒരു ഡിജിറ്റൽ സൈന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ഓതന്റിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്റഗ്രിറ്റി എന്താണ്, ഇടയ്ക്കൊരാൾ മാനുഫാക്ചറിങ് നടത്തരുത്, എന്താണ്, ഒരു തരത്തിലും ചേഞ്ച് വരുത്തരുത്, മാൽ ഫങ്ഷൻസ് നടത്തരുത്. ദെൻ നോൺ റെപ്യൂഡിയേഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വില്ലേജ് ഓഫീസർ പറയാം ഞാൻ അത് ഒപ്പിട്ടിട്ടൊന്നുമില്ല എന്ന് പിന്നെ പറയാൻ പറ്റുമോ, ഇല്ല. അയാൾ ഒരു തവണ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് സൈൻഡ് ആയിരിക്കും. അതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാഷിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ആര്, ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് ഇവിടെ ഉണ്ട്, DSA, RSA, ECDSA. ഇതൊക്കെ ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഷ് വാല്യൂ എന്തിന്റെ ഒപ്പം സൈൻ ആവും, നമ്മൾ ഒരു ഫയൽ സെൻഡ് ചെയ്യുമല്ലേ, ആ ഫയൽ എൻക്രിപ്റ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും ഫയൽ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടി കൊടുക്കും, ഈ പറയുന്ന പോലെ ഒരു സൈനിങ് കൂടി കൊടുക്കും. സൈനിങ് എങ്ങനെ നടക്കുന്നത്, ഹാഷ് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് എ സെൻഡർ പ്രൈവറ്റ് കീ ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ, സെൻഡറിന്റെ പ്രൈവറ്റ് കീ ന്റെ കൂടെ എന്താവും, ഇത് ഹാഷ് ആവും. ഒരു ഹാഷ് വാല്യൂ ഉണ്ടല്ലോ, ഹാഷ് വാല്യൂ ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് സെൻഡർ പ്രൈവറ്റ് കീ. ഓക്കെ, ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഇത് സൈനിങ് ചെയ്യുന്ന ആളുടെ പ്രൈവറ്റ് കീന്റെ കൂടെ ഒരു ഹാഷ് വാല്യൂ സെറ്റ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കീ സെറ്റ് ആയിട്ടുണ്ടാവും. ദെൻ വേരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ഇത് ആരാണ് വേരിഫിക്കേഷൻ, ആർക്കാണ് വേണ്ടത്, വേണ്ട ആളുണ്ടാവുമല്ലോ, നമ്മള്. ഓക്കെ, നമ്മളുടെ അത് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൂടി അതിന്റെ പബ്ലിക് കീ, നമ്മൾ ഇവിടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡീക്രിപ്റ്റ് അല്ല വെരിഫൈ ചെയ്യാം. സൈൻ ഇടുന്നതിന് സൈൻ വെരിഫൈ അല്ലേ ചെയ്യുന്നത്. വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് കീന്റെ കൂടെ ആ ഒരു ഹാഷ് ഫംഗ്ഷൻ, നേരത്തെ അവിടെ നമുക്കൊരു സൈനിങ് ഹാഷ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യും. ഓക്കെ, രണ്ട് ഹാഷും മാച്ച് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, സിഗ്നേച്ചർ ഇസ് വാലിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് കീന്റെ കൂടെ ആ ഇതിന്റെ സൈനിങ് വാല്യൂ ഹാഷ് വാല്യൂ വെച്ചിട്ടുണ്ടാവും. റിസീവർ അത് പബ്ലിക് വെച്ചിട്ടാണ് ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അയാൾ എന്ത് ചെയ്യും, ആ അതേ സമയത്ത് തന്നെ ഈ സൈനും വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കും, ഹാഷ് മാച്ച് ചെയ്ത് നോക്കും. ഈക്വൽ ആണെങ്കിൽ വെരിഫൈഡ്, ഈക്വൽ അല്ലെങ്കിൽ അത് വെരിഫിക്കേഷൻ ആയിരിക്കില്ല. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. റിയൽ ടൈമിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഒന്ന് ഇ ഗവേണൻസ്, അതിലിപ്പോ ഒന്നാണ് ഈ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കാര്യം കയ്യിലാണ് വരുന്നത്. സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ, വാട്സപ്പിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, അതൊക്കെ എങ്ങനെ ഒറിജിനൽ ഏതെന്ന് മനസ്സിലാവുന്ന എങ്ങനെ, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും ഒറിജിനലില്, മറ്റേതില് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തെറ്റായ ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊക്കെ പറഞ്ഞു തരും ഇത് തെറ്റാണെന്നുള്ളത്. എങ്ങനെ മനസ്സിലാക്കുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ നോക്കിയിട്ട്. ഇമെയിൽ, ഒറിജിനൽ ആളുടെ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഒറിജിനൽ ആളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യാം. ബ്ലോക്ക് ചെയിൻ എൻറ്റയർലി വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ബ്ലോക്ക് ചെയിൻ സെക്യൂർ ആണെന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ആലീസ് ഒരു മെസ്സേജ്
ബോബിന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് ശരിയാണോ നോക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ആലിസ് ഹാഷസ് ദ മെസ്സേജ് ആൻഡ് സൈൻ ഇറ്റ് വിത്ത് ഹെർ പ്രൈവറ്റ് കീ. ആലീസ് ആണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആലീസിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈവറ്റ് കീ ഉണ്ട്. പ്രൈവറ്റ് കീന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഹാഷസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈവറ്റ് കീനെ നമ്മൾ ഹാഷസ് വെച്ചിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം എന്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്? ഞാൻ വില്ലേജ് ഓഫീസറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഇത് സത്യത്തിൽ ഇത് വെരിഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫയല് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആലീസ് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആലീസ് എന്ത് ചെയ്യും? പ്രൈവറ്റ് കീന്റെ കൂടെ ഹാഷസ് സെറ്റ് ചെയ്തു. ബോബ് ആ സാധനം റിസീവ് ചെയ്തു. ദെൻ ബോബ് നോക്കുന്നത് യൂസേഴ്സ് ആലീസിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് വെരിഫൈ ചെയ്യുന്നത്. ആലീസിന്റെ പബ്ലിക് കീ. അപ്പൊ എന്റെ പ്രൈവറ്റ് കീ, എന്റെ പബ്ലിക് കീ. ഇവിടെ ആരുമായിട്ട് ബന്ധമല്ല, ബോബുമായിട്ട് ഒരു ബന്ധമല്ല. ബോബിന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അഭിനവിന് ഞാനൊരു ഫയൽ സെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അഭിനവിന് എന്റെ പ്രൈവറ്റ് കീ, അത് പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അതിനെ എന്താക്കിയിട്ടുള്ളത്? ഹാഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അഭിനവിന്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ അഭിനവ് അത് എന്ത് വെച്ചിട്ടാണ് നോക്കുന്നത്? ആരുടെ പബ്ലിക് കീ? എന്റെ പബ്ലിക് കീ. ഓക്കെ, അഭിനവിന്റെ അല്ല, എന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ആര് നോക്കുന്നത്? അഭിനവ് അത് എന്താക്കുന്നത്? സൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സൈൻ വെരിഫൈ ചെയ്യുന്നത്. ഞാൻ സൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് വില്ലേജ് ഓഫീസറിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ട് അതിനെന്ത് ചെയ്യും? സൈൻ ചെയ്യും. ഞാനത് വില്ലേജ് ഓഫീസർ തന്നെയാണ് അത് ഇട്ടെന്ന് ഞാൻ എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? വില്ലേജ് ഓഫീസറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ഞാൻ അത് വെരിഫൈ ചെയ്ത് നോക്കുന്നത്. വില്ലേജ് ഓഫീസറിന്റെ പബ്ലിക് കീ എന്റെ കയ്യിലുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും? ആ പബ്ലിക് കീ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്ത് നോക്കും വില്ലേജ് ഓഫീസർ തന്നെ ഇട്ടതാണോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ സിസ്റ്റം ഓക്കെ ആണെങ്കിൽ അത് സൈന് അവിടെ കാണും, അല്ലെങ്കിൽ എന്താവും? അത് അവിടെ ഡെനി ആവും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ വർക്ക് ആവുന്നത്. ദെൻ നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്തല്ലോ. അപ്പൊ എൻക്രിപ്റ്റ് ചെയ്ത സാധനത്തിനെ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് നമുക്ക് കിട്ടി, നമ്മളത് വർഷങ്ങളോളം എടുത്ത് ആ മെത്തേഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാമല്ലോ. നമ്മൾ ആ മെത്തേഡ് കണ്ടുപിടിക്കാൻ എടുക്കുമല്ലോ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്ത് എൻക്രിപ്ഷൻ മെത്തേഡാണ്, എന്താണ് ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെയാണ് എന്ത് പറയാം? ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറയാം. ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിപ്റ്റ് അനാലിസിസ് മെത്തേഡുകൾ ഉണ്ട്. നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കുറെ എൻക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന പ്ലെയിൻ ടെക്സ്റ്റ് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഓക്കെ, അതാണ് നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ്. അല്ലെങ്കിൽ ചൂസൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെറ്റ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റുകൾ വെച്ചിട്ട്, നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് ഉണ്ടാകും, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഡാറ്റ സെറ്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ കയ്യിലുള്ള ഒരു സൈഫർ ടെക്സ്റ്റ് ഈ പറയുന്നതിൽ ഏതിലെങ്കിലും മാച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും അതിന്റെ വാല്യൂ. അങ്ങനെ നോക്കുന്ന മെത്തേഡ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒരു സൈഫർ ടെക്സ്റ്റ് കിട്ടി, എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്, അവിടെ കുറെ സൈഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റും എഴുതി വെച്ചിട്ടുണ്ട്. നേരെ അഭിനവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഷെഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൈഫർ ടെക്സ്റ്റ് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒരു സൈഫർ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഷെഫീഖിന്റെ സൈഫർ ടെക്സ്റ്റും ഞാനിപ്പോ കൊടുത്ത സൈഫർ മാച്ച് ആയി. അപ്പൊ ഏതായിരിക്കും വാല്യൂ? ഷെഫീഖ് ആയിരിക്കും വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് നോൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ്. ചൂസൺ പ്ലെയിൻ ടെക്സ്റ്റ് അനാലിസിസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? കംപ്ലീറ്റ് എന്താ ഉള്ളത്? പ്ലെയിൻ ടെക്സ്റ്റ്. ഇപ്പൊ കിട്ടിയത് എന്താണ്? ഒരു സൈഫർ ടെക്സ്റ്റ് ആണ് നമ്മളുടെ കയ്യിൽ കിട്ടിയത്. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സൈഫർ ടെക്സ്റ്റിനെ മാച്ച് ചെയ്ത് നോക്കാം. കുറെ പ്ലെയിൻ ടെക്സ്റ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഒറിജിനൽ ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഈ പറയുന്ന എല്ലാത്തിനെയും എന്താക്കി നോക്കുക? എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഇതാ മാച്ച് ചെയ്ത് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ദെൻ സൈഫർ ടെക്സ്റ്റ് ഓൺലി അനാലിസിസ്. അവിടെ എന്താ നോക്കുന്നത്? സൈഫർ ടെക്സ്റ്റ് ഏതാ മെത്തേഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. അപ്പൊ സൈഫർ ടെക്സ്റ്റിനെ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അനാലിസിസ് ചെയ്യും. ഈ രീതിയിലുള്ള സൈഫർ ടെക്സ്റ്റ് ഒക്കെ ഏത് അൽഗോരിതത്തിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് ആ അൽഗോരിതം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ മതി? ആ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരാൾ നമ്മുടെ നെറ്റ്വർക്ക് നോക്കിയിരിക്കുക. പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും വേറൊരു ചാനൽ വഴിയെങ്കിലും നമ്മളുടെ പ്രൈവറ്റ് കീ അയച്ചു തരും, മറ്റുള്ളവർ അയച്ചു തരുന്നുണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മൾ മെത്തേഡ് മനസ്സിലാക്കി എടുക്കുക. കുറെ ദിവസങ്ങൾ എടുക്കും, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് അല്ല. എപ്പോഴെങ്കിലും നമ്മൾ ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ സൈഡ് ചാനൽ അറ്റാക്ക്. സൈഡ് ചാനൽ അറ്റാക്കും ഇത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? സൈഡ് ചാനൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളുടെ പഴയൊരു ചൈന ഫോൺ ഉണ്ടായിരുന്നു. ആ ചൈന ഫോൺ എന്ത് ചെയ്യാൻ പറ്റും? കേബിളിന്റെ തൊട്ടടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ
നമ്മളുടെ പഴയ ടി വി കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ, സെറ്റ് ബോക്സ് ഒക്കെ വരുന്നതിന് മുന്നത്തെ പഴയ കേബിള്, ബാക്കിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ള കേബിള്, ആ കേബിളിന്റെ അടുത്ത് ആ ചൈന ഫോൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി വി ഉണ്ടല്ലോ, സിഗ്നൽ ഇതിലേക്ക് ടി വി മൊബൈലിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു പഴയകാല പണ്ടൊക്കെ ചൈന ഫോണിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ഫുള്ള് ചൈന ഫോൺ ആയിരുന്നു. ഇങ്ങനത്തെ ഫോണുകളൊന്നും ഇല്ല, ഒക്കെ ലോക്കൽ അച്ചാർ ഇറക്കുന്ന പോലെ. ആ ആ പല പല കൂള് ഫോണുകൾ അന്ന് ഇറങ്ങുമായിരുന്നു. ഓരോ ഫോണിന്റെ ഒക്കെ പ്രത്യേകത ഇങ്ങനത്തെ ഓരോ ഉടായ്പ പരിപാടികളായിരിക്കും. ചാനലിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മൊബൈലിൽ നമുക്ക് ടി വി കാണാൻ പറ്റും. അപ്പൊ ആ അറ്റാക്കിനെയാണ് സൈഡ് ചാനൽ അറ്റാക്ക് എന്ന് പറയാം. അപ്പൊ കേബിൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ കേബിൾ വയർ ഇങ്ങനെ പോവാണ്. നമ്മള് റോബിൻ ഹുഡ് സിനിമ കണ്ടിട്ടില്ലേ? പൃഥ്വിരാജിന്റെ ATM എന്ന് മോഷണം നടത്തുന്നത്, അതിൽ അവന് നടത്തുന്നത് സൈഡ് ചാനൽ അറ്റാക്ക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM മെഷീനിൽ എന്ത് ആക്ഷൻ നടത്തിയാലും അതിന്റെ ഒരു സിഗ്നൽ പുറത്തേക്ക് വിടുന്നുണ്ട്. ആ സിഗ്നലിൽ നിന്ന് ഓൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതി, അതാണ് സൈഡ് ചാനൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സൈഡ് ചാനൽ അറ്റാക്ക്. അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരാൾ പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തൊട്ടിപ്പുറത്ത് കേട്ടിരിക്കുകയെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമുക്കത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സൈഡ് ചാനൽ അറ്റാക്ക്. ദെൻ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് വേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എല്ലാ മെത്തേഡിലും പോയിട്ട് മാറ്റി മാറ്റി നോക്കും, ഏതെങ്കിലും ഒരു വേർഡ് അതിനായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ടോ നോക്കും. ആ മെത്തേഡാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഈ മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റ് അനാലിസിസ് നടത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ക്രിപ്റ്റോ സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ ഒന്നും പോരാ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വേണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ എൻക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ക്രിപ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ വർക്ക് ഫാക്ടർ. വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും നമുക്ക് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രഫി സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സൈഫർ ടെക്സ്റ്റിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര കാലത്തോളം എടുക്കും എന്നതിനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ ഇട്ടിട്ട് പറയുന്നുണ്ട്. ഓരോ എൻക്രിപ്ഷനും എന്താണ്, ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതാണ് വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഫാക്ടർ കൂടിയതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത്രയും സെക്യൂരിറ്റി കൂടിയതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? വർക്ക് ഫാക്ടർ കുറവാണ്, ഒരു സൈഫർ ടെക്സ്റ്റിന്റെ വർക്ക് ഫാക്ടർ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അത് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ്. അപ്പൊ വർക്ക് ഫാക്ടർ കൂടിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുക, അതാണ് ഇവിടെ വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. വർക്ക് ഫാക്ടർ എന്താണ്, അതിന്റെ കോഡും ആ ഒരു സൈഫർ മെത്തേഡും ആ മെസ്സേജിനെ ഒക്കെ ഡിപ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫാക്ടർ ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് സ്ട്രോങ് ആക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ കൊടുക്കുന്ന പാസ്വേഡിന്റെ ലെങ്ത് കൂട്ടുക. ഓക്കെ, പാസ്വേഡ് ഒക്കെ എല്ലാവരും പറയില്ല, അറ്റും സിമ്പിളും ഇതൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയും. അതൊക്കെ എന്തിനാണ്, ഈ വർക്ക് ഫാക്ടർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവും? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അൽഗുരിതത്തിന്റെ കപ്പാസിറ്റി കൂട്ടുക. ഓക്കെ, അങ്ങനെ ഏതിന്റെയെങ്കിലും ഒക്കെ ലെവൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒക്കത്തിന്റെ ലെവൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫാക്ടർ കൂട്ടാൻ പറ്റും. വർക്ക് ഫാക്ടർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ സമയം എടുക്കും. എന്നാൽ പുതിയൊരു ടെക്നോളജി ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന ക്രിപ്റ്റ് അനാലിസിസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് വെക്കുന്നതും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കൊണ്ട് ആയാൽ അത്ര വീണ്ടും സെക്യൂരിറ്റി കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സൈബർ സെക്യൂരിറ്റിക്കാർ ഏത് ടെക്നോളജി വന്നാലും ആദ്യം ആര് പഠിച്ചെടുക്കണം, നമ്മൾ പഠിച്ചെടുക്കണം. ഒക്കെ നമ്മളായിട്ടാണ് വേഗം വന്നിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്താൽ ആദ്യം വർക്ക് ആവുന്ന എന്തായിരിക്കും, ഹാക്കേഴ്സ് ആയിരിക്കും. കാരണം അപ്പോഴേക്കും ഇവര് ചെയ്തിട്ടുണ്ട്, ഹാക്കേഴ്സിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ക്രിപ്റ്റോ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വെച്ചിട്ടായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് വർക്ക് ഫാക്ടർ എത്ര കൂടിയതിനെയും പെട്ടെന്ന് ക്രിപ്റ്റ് അനാലിസിസ് നടത്തിയിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ മെസ്സേജിന്റെ ഉള്ളിൽ നമ്മളൊരു കോഡ്, ഒരു മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് വേണമല്ലോ. അങ്ങനെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് HMAC എന്ന് പറയുന്നത്. ഒരു എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കണം എക്സ്ട്രാ. ഓക്കെ, ആ പാസ്വേഡ് കൂടി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ഡീക്രിപ്ഷൻ നടക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഹാഷസിനെ അല്ലെങ്കിൽ എൻക്രിപ്ഷനാണ് നമ്മൾ എന്താ പറയുക, ഹാഷ് ബേസ്ഡ് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്, HMAC എന്ന് പറയുന്നത്. അതൊരു സെക്യൂരിറ്റി മെക്കാനിസം ആണ്. ഓക്കെ, ഇത്രയാണ് ബേസിക്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. നാളെ മുതൽ നമുക്ക് അതിന്റെ ലാബ് ചെയ്യണം, നെക്സ്റ്റ് ക്ലാസ് മുതൽ. ആഫ്റ്റർ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ,